സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ DNI തുളസി ഗബ്ബാർഡ് US സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. അവൾക്ക് ഇന്ത്യൻ വേരുകളുണ്ടെന്ന് പലരും കരുതുന്നു, പക്ഷേ അങ്ങനെയല്ല. എന്നിരുന്നാലും അവൾക്ക് രാജ്യവുമായി അടുത്ത ബന്ധമുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയത്. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ US യാത്രയാണിത്. ബുധനാഴ്ച പ്രാദേശിക സമയം ട്രംപ് ഭരണകൂടത്തിലെ പുതിയ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് DNI ആയ തുളസി ഗബ്ബാർഡുമായി മോദി കൂടിക്കാഴ്ച നടത്തി. അവർ ഇന്ത്യ-US ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു. കൂടാതെ DNI സെനറ്റ് സ്ഥിരീകരിച്ചതിന് ഗബ്ബാർഡിനെ മോദി അഭിനന്ദിച്ചു. തുളസി ഗബ്ബാർഡിന് ഇന്ത്യൻ വേരുകളുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു, പക്ഷേ അത് അങ്ങനെയല്ല. അപ്പോൾ ഇന്ത്യയുമായുള്ള അവളുടെ യഥാർത്ഥ ബന്ധം എന്താണ്? നമുക്ക് കണ്ടെത്താം. അവൾ ഇന്ത്യൻ വംശജയല്ല. തുളസി ഗബ്ബാർഡ് അമേരിക്കൻ പ്രദേശമായ അമേരിക്കൻ സമോവയിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് ഫിലിപ്പീൻസിൽ കുറച്ചുകാലം ഹവായിയിൽ തന്റെ ആദ്യകാലങ്ങൾ ചെലവഴിച്ചു. ട്രംപ് ഭരണകൂടത്തിൽ ദേശീയ ഇന്റലിജൻസ് DNI-യുടെ പുതിയ ഡയറക്ടറാണ് തുളസി ഗബ്ബാർഡ്. അവർ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. വെറും 21ാം വയസ്സിൽ ഹവായിയിലെ ജനപ്രതിനിധിസഭയിൽ ഒരു സീറ്റ് നേടി. എന്നിരുന്നാലും അവളുടെ രാഷ്ട്രീയ ജീവിതം ഒരു ടേമിന് ശേഷം താൽക്കാലികമായി നിർത്തി. ഹവായിയെ പ്രതിനിധീകരിക്കാൻ കോൺഗ്രസിൽ ഒരു സീറ്റ് നേടി ഗബ്ബാർഡ് പിന്നീട് മടങ്ങി. ഭഗവദ്ഗീതയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് US ഹൌസിലെ ആദ്യ ഹിന്ദു അംഗമായി അവർ ചരിത്രം സൃഷ്ടിച്ചു. കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ സമോവൻ കൂടിയായിരുന്നു അവർ. അപ്പോൾ അവൾക്ക് ഒരു ഹിന്ദു പേരുമായി എന്താണ് ബന്ധം? അവളുടെ ആദ്യ പേര് കാരണം ഗബ്ബാർഡിന് ഇന്ത്യൻ വേരുകളുണ്ടെന്ന് പലരും തെറ്റായി കരുതുന്നു, പക്ഷേ അവൾക്ക് ഇന്ത്യയുമായി നേരിട്ട് ബന്ധമില്ല. അവളുടെ അമ്മ ഹിന്ദു മതം സ്വീകരിച്ചു. എല്ലാ കുട്ടികൾക്കും ഹിന്ദു പേരുകൾ നൽകി. എന്റെ ആത്മീയ പാത, ഹിന്ദുമതം എന്നിവയെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ അവർക്ക് X-ലെ എന്റെ പോസ്റ്റുകൾ പരിശോധിക്കാം. അവളുടെ സ്ഥിരീകരണ പ്രസംഗത്തിനിടെ നിയമനോമിനി തുളസി ഗബ്ബാർഡ്. ഹിന്ദുക്കൾക്കും ഹിന്ദുമതത്തിനുമെതിരെ വിഷം ചീറ്റുന്ന മതഭ്രാന്തന്മാരെ അവർ വിളിച്ചു പറഞ്ഞു. തുളസിയുടെ അമ്മ കരോൾ പോർട്ടർ ഗബ്ബാർഡ് ഒരു ബഹുസംസ്കാര പരിതസ്ഥിതിയിൽ വളർന്നു. ഹിന്ദുമതത്തിൽ താൽപര്യം വളർത്തി. അവൾ മക്കൾക്ക് ഭക്തി, ജയ്, ആര്യൻ, തുളസി, വൃന്ദാവനം എന്ന് പേരിട്ടു. തുളസി തന്നെ ഹിന്ദുമതം പിന്തുടരുന്നു. അവളുടെ വിശ്വാസം കാരണം അവൾക്ക് ഇന്ത്യൻ വംശപരമ്പര ഉണ്ടെന്ന് പലരും വിശ്വസിച്ചു. 2012-ൽ അവൾ ഈ അനുമാനത്തെ നേരിട്ട് അഭിസംബോധന ചെയ്തു. ഒരു ഇന്ത്യൻ അമേരിക്കനാണെന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദേശത്തിന് മറുപടിയായി, ഞാൻ ഇന്ത്യൻ വംശജയല്ല എന്ന് വ്യക്തമാക്കി. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ എന്ന നിലയിൽ ഗബ്ബാർഡ് അമേരിക്കയുടെ ചീഫ് ഇന്റലിജൻസ് ഓഫീസറായി മാത്രമല്ല, സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി CIA, നാഷണൽ സെക്യൂരിറ്റി ഏജൻസി NSA എന്നിവയുൾപ്പെടെ 18 രഹസ്യാന്വേഷണ ഏജൻസികളുടെ മേൽനോട്ടം വഹിക്കുന്ന കാബിനറ്റ് തല പദവിയും വഹിക്കും. ഭഗവദ്ഗീതയെക്കുറിച്ചുള്ള ശപഥങ്ങൾ, ഹിന്ദുസ്വത്വം, തുളസിയുടെ ഇന്ത്യ ബന്ധിപ്പിക്കുന്നു. വൈഷ്ണവ ഹിന്ദുവും കൃഷ്ണഭക്തയുമായ തുളസി ഗബ്ബാർഡ് അടുത്തിടെ പ്രസ്താവിച്ചു, താൻ നേരിട്ട വിവേചനം കേവലം വ്യക്തിപരമായ ആക്രമണമല്ലെന്നും ഹിന്ദുക്കൾക്കും ഹിന്ദുമതത്തിനുമെതിരായ മതഭ്രാന്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമാണ്. അവളുടെ ആത്മീയ യാത്രയിൽ ആത്മാർത്ഥമായി താൽപര്യമുള്ളവരെ അവളുടെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കാൻ അവൾ പ്രോത്സാഹിപ്പിച്ചു. അവിടെ അവൾ അവളുടെ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കിടുന്നു. 4 തവണ കോൺഗ്രസ് വുമൺ, 2020-ലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി, ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലിംഗ് എഴുത്തുകാരൻ ഗബ്ബാർഡ് US കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഹിന്ദുവാണ്. 2012-ൽ US ജനപ്രതിനിധി സഭയിലെ അംഗമെന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഭഗവദ്ഗീതയുടെ വ്യക്തിപരമായ പകർപ്പിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തു. ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. റോയിട്ടേഴ്സ് ഫയൽ ഫോട്ടോ. 2020-ൽ ഇതിനെക്കുറിച്ച് പ്രതിഫലിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, പശ്ചിമേഷ്യയിൽ നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നതിനിടയിൽ മരണത്തിനും പ്രക്ഷുബ്ധയ്ക്കും ഇടയിലായതുൾപ്പെടെ ജീവിതത്തിലെ പല കഠിനമായ വെല്ലുവിളികളിലൂടെയും എന്റെ ഗീത ആന്തരിക സമാധാനത്തിന്റെയും ശക്തിയുടെയും വലിയ ഉറവിടമാണ്. 2017-ൽ അവൾ വീണ്ടും ഭഗവദ്ഗീതയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അവൾ പലപ്പോഴും ജന്മാഷ്ടമി ആശംസകൾ അറിയിക്കുന്നത് കാണാം. X-ലെ ഒരു പോസ്റ്റിൽ അവർ എഴുതി, ശ്രീകൃഷ്ണന്റെ ദർശനദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകളും സ്നേഹവും. ജയ് ജന്മാഷ്ടമി. 2014-ൽ അന്താരാഷ്ട്ര യോഗാ ദിനം സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംരംഭത്തെ ഗബ്ബാർഡ് പിന്തുണച്ചിരുന്നു. അവൾ ഭഗവദ്ഗീതയുടെ ഒരു കോപ്പിയും സമ്മാനിച്ചു. അവർ കശ്മീർ പ്രശ്ന സമുച്ചയത്തെ വിളിക്കുകയും ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരായ അക്രമത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. തുളസി ഗബ്ബാർഡിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഹിന്ദു അമേരിക്കക്കാർ പിന്തുണച്ചു. 2015-ൽ ഹവായിയിലെ ഛായാഗ്രാഹകൻ എബ്രഹാം വില്യംസിനെ അവർ വേദമന്ത്രങ്ങളോടെ നടത്തിയ ഹിന്ദു ചടങ്ങിലൂടെ വിവാഹം കഴിച്ചു. അവളുടെ പിതാവ് മൈക്ക് ഗബ്ബാർഡ്
ഒരു സംസ്ഥാന സെനറ്ററാണ്. ആദ്യം റിപ്പബ്ലിക്കനായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം പിന്നീട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേരുകയായിരുന്നു. പ്രധാനമന്ത്രി മോദി, തുളസി ഗബ്ബാർഡ് കൂടിക്കാഴ്ച അവർ ചർച്ച ചെയ്തത്. എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതി, യുഎസ്എയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡിനെ വാഷിംഗ്ടൺ ഡിസിയിൽ കണ്ടു. അവളുടെ സ്ഥിരീകരണത്തിന് അവളെ അഭിനന്ദിച്ചു. ഇന്ത്യ യുഎസ്എ സൗഹൃദത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. അതിൽ അവൾ എല്ലായ്പ്പോഴും ശക്തമായ വോട്ടറിയാണ്. വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ഗബ്ബാർഡ് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കകമായിരുന്നു കൂടിക്കാഴ്ച. യുഎസ്എയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡിനെ വാഷിംഗ്ടൺ ഡിസിയിൽ കണ്ടു. അവളുടെ സ്ഥിരീകരണത്തിന് അവളെ അഭിനന്ദിച്ചു. ഇന്ത്യ യുഎസ്എ സൗഹൃദത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. അതിൽ അവൾ എല്ലായ്പ്പോഴും ശക്തമായ ഒരു വോട്ടറിയാണ്. ഒരു പത്രക്കുറിപ്പ് പ്രകാരം, അവരുടെ ചർച്ചകൾ ഉഭയകക്ഷി രഹസ്യാന്വേഷണ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തീവ്രവാദ വിരുദ്ധത, സൈബർ സുരക്ഷ, ഉയർന്നുവരുന്ന ഭീഷണികൾ, തന്ത്രപരമായ രഹസ്യാന്വേഷണ പങ്കിടൽ എന്നിവയിൽ ഊന്നൽ നൽകി. സുരക്ഷിതവും സുസ്ഥിരവും നിയമാധിഷ്ഠിതവുമായ അന്താരാഷ്ട്ര ക്രമത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് പരസ്പര താൽപര്യത്തിന്റെ പ്രാദേശികവും ആഗോളവുമായ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവർ കൈമാറി. പ്രധാനമന്ത്രി മോദിയുടെ യുഎസ് യാത്ര. യുഎസിൽ വിമാനമിറങ്ങിയ ശേഷം ബ്ലെയർ ഹൌസിലെത്തിയ മോദിയെ ഇന്ത്യൻ പ്രവാസികൾ സ്വീകരിച്ചു. അദ്ദേഹം അഭിവാദ്യം ചെയ്തപ്പോൾ ജനക്കൂട്ടം ഭാരത മാതാ കീ ജയ്, മോദി മോദി എന്നിവ വിളിച്ചു. അവരുടെ ഊഷ്മളമായ സ്വീകരണത്തിന് പ്രധാനമന്ത്രി മോദി നന്ദി അറിയിച്ചു. ശീതകാല തണുപ്പിൽ ഊഷ്മളമായ സ്വീകരണം. തണുത്ത കാലാവസ്ഥയെ വകവയ്ക്കാതെ വാഷിംഗ്ടൺ ഡിസിയിലെ ഇന്ത്യൻ പ്രവാസികൾ എന്നെ പ്രത്യേക സ്വീകരണം നൽകി സ്വീകരിച്ചു. അവർക്ക് എന്റെ നന്ദി, അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും ഇന്ത്യ